നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശോഭനയാണ്. ശോഭനയ്ക്ക് രാജ്യം പത്മഭൂഷൺ കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ ഈ വാർത്ത വന്ന് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ശോഭനയ്ക്കൊക്കെ എന്ത് യോഗ്യതയാണെന്നാണ് ചോദിക്കുന്നത്. ശോഭനയ്ക്ക് എന്ത് യോഗ്യതയാണ് പത്മഭൂഷൺ കിട്ടാൻ? ശോഭനയേക്കാൾ കഴിവുള്ള ആൾക്കാരുണ്ട്. ശോഭന സംഖ്യ ആയതുകൊണ്ടാണോ, ശോഭന BJP ആയതുകൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു. ഞാൻ കമൻ്റ് എല്ലാം കൂടി ഞാൻ ആഡ് ചെയ്യുന്നില്ല, ഞാൻ ഒരു റീൽസിനകത്ത് ഇത് ആഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ശോഭനയുടെ യോഗ്യത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആരാണ് ശോഭന എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ ഗവൺമെൻറ് ഈ പത്മശ്രീ പത്മഭൂഷൺ പോലുള്ള അംഗീകാരങ്ങൾ പ്രാഞ്ചിയേട്ടന്മാർക്കല്ല കൊടുക്കുന്നത്. ഞാൻ 100% ഒന്നും പറയുന്നില്ല, 99% അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് നിലവിലെ ഗവൺമെൻറ് ഈ പത്മശ്രീ പത്മഭൂഷൺ കൊടുക്കുന്നുണ്ട്. പത്മശ്രീയും പത്മഭൂഷൺ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രപതി അത് കൊടുക്കുന്ന സമ്മാനം കൊടുക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട്. പല കൾച്ചറിൽ പെടുന്ന, പല വസ്ത്രം ധരിച്ചു വരുന്ന വളരെ സാധാരണപ്പെട്ട ആൾക്കാരിലേക്ക് ഇതെല്ലാം എത്തുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവാം. ഇനി എൻ്റെ ചോദ്യം നിങ്ങളോടാണ്. ശോഭന എന്ന നടിക്ക് ഇവിടെ പല ആൾക്കാരും പറയും ഇവർക്കൊരു യോഗ്യതയില്ലെന്നാണ് പറയുന്നത്. ശോഭനയ്ക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കുള്ളത്. ഉണ്ടെങ്കിൽ നിങ്ങൾ ശോഭനയെന്ന് കമൻറ്റ് ചെയ്യും. ശോഭനയെന്ന് കമൻറ്റ് ഇവിടെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് മറിയ ചേട്ടത്തി എന്നുള്ള രീതിയിലൊക്കെ ശോഭനയെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ മറിയ ചേട്ടത്തിക്ക്, ഇന്ന് ശോഭനയ്ക്ക് കൊടുത്തു, നാളെ മറിയ ചേട്ടത്തിക്ക് പത്മശ്രീ പത്മഭൂഷണൊക്കെ കൊടുക്കുന്നുള്ള രീതിയിൽ ആൾക്കാർ കമൻറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. ആരാണ് ശോഭന, എന്താണ് ശോഭനയുടെ യോഗ്യത എന്ന് നമുക്ക് പറയാം. നിങ്ങൾ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? എല്ലാ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഒരിക്കലെങ്കിലും സമ്മതിക്കുന്നൊരു കാര്യമാണ്. മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത് വളരെ ക്ലാസിക് ആയിട്ടൊരു പടമാണ്. റിലീസ് വന്നപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടൊരു പടമാണ്. അതിനകത്ത് നാഗവല്ലിയുടെ ഒരു ക്യാരക്ടർ ശോഭന അഭിനയിക്കുന്നുണ്ട്. ആ ക്യാരക്ടർ പല ഭാഷയിലേക്കും പല നടിമാരും എടുത്ത് ചെയ്തിട്ടുണ്ട്. ഒറ്റ ഒരു നടിക്ക് ശോഭനയ്ക്ക് മേലെ പോകാൻ പറ്റിയിട്ടില്ല. അതാണ് ശോഭന എന്ന് പറയുന്ന നടി. ഒറ്റ സിനിമ, ഒറ്റ ക്യാരക്ടർ, ശോഭന. നിങ്ങൾക്ക് ആരാണ് ശോഭന എന്ന് മനസ്സിലാകുന്ന ക്യാരക്ടർ മാത്രം മതി, ഒറ്റ ക്യാരക്ടർ മാത്രം. മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയുടെ ക്യാരക്ടർ എടുത്ത് നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയുന്നതോ അറിയാത്തതുമായിട്ട് ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയിട്ട് പല നടിമാരും ആ ക്യാരക്ടർ പല ഭാഷയിൽ അവിടുത്തെ ഈ വലിയ വലിയ നടിമാരൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ ചിരി വരും. അതാണ് ശോഭന മലയാളത്തിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടറിൻ്റെ ആ വലിപ്പം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പിന്നെ ശോഭന എന്ന് പറയുന്ന ഒരു നർത്തകി, അവർക്ക് ഇപ്പം ഇവിടെ കിടന്ന് ബഹളമാക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യത്തിൽ മലയാളികൾ അവർക്ക് തമിഴ്നാടിൻ്റെ റെപ്രസെൻ്റ് ചെയ്ത ലെവലിലാണ് ഇവർക്ക് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത്, കേരളത്തിൽ നിന്നൊന്നും അല്ല. ഇപ്പം ഒരു നർത്തകി എന്നുള്ള രീതിയിൽ നമ്മുടെ നാടിനൊരു കൾച്ചറുണ്ട്. ഈ കൾച്ചർ ഇന്നും നിലനിർത്തുന്നതിൽ, ലോകത്തെ കാണിക്കുന്നതിൽ ശോഭനയെ പോലുള്ള ആൾക്കാരുടെ പങ്ക് വളരെ വലുതാണ്. അവരിന്നും ആ കലയുമായി മുമ്പോട്ട് പോവുകയാണ്. ആയിരക്കണക്കിന് കുട്ടികളിലേക്ക് അത് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാടിലെ കൾച്ചർ അവർ വീണ്ടും വീണ്ടും പുതുതലമുറയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ശോഭന എന്ന് പറയുന്ന നർത്തകിയെ നമുക്ക് കാണേണ്ടത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ശോഭനയ്ക്ക് രാജ്യം പത്മഭൂഷൺ കൊടുത്തത്. അല്ലാതെ രാവിലെ എണീറ്റിട്ട് റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതിനല്ല. എനിക്കും നിങ്ങൾക്കും കിട്ടുന്നതാണ് ശോഭനയ്ക്ക് കിട്ടിയതെങ്കിൽ എനിക്ക് വേണ്ട, നിങ്ങളൊന്ന് മേടിച്ച് കാണിച്ച് ഈ രാജ്യത്തെ പത്മഭൂഷൺ കിട്ടുന്നത്. നിങ്ങൾ സംഘി എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കും, മോദിക്ക് ജയ് വിളിക്കും, അപ്പോൾ കിട്ടുമെന്ന് അറിയാമല്ലോ. ചുമ്മാ ഇവിടെ ആൾക്കാർക്ക് കിടന്ന് ബഹളം വെക്കാം. മോദിക്ക് ജയ് വിളിച്ചത് കൊണ്ടാണ് ശോഭനയ്ക്ക് അത് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർക്ക് ബഹളം വെക്കാം. അല്ലെങ്കിൽ നാളെ കണ്ട മറിയ ചേട്ടത്തേക്കും കിട്ടും എന്നുള്ള രീതിയിൽ. മറിയ ചേട്ടത്തെയും മനസ്സിലായില്ലേ, നമ്മൾ ഈ അടുത്ത സമയത്ത് ഒരു പെൻഷൻ കേസുമായി ബന്ധപ്പെട്ടൊരു മറിയ ചേട്ടത്തി ഉണ്ടായിരുന്നു കേരളത്തിൽ. മറിയ ചേട്ടത്തേക്കും കിട്ടും നാളെ. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ശോഭനയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ടെന്ന് തന്നെ വെച്ചോ. ശോഭനയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ശോഭന അടുത്ത സമയത്ത് മോദി പങ്കെടുത്തൊരു പരിപാടിയിൽ വന്നു. പ്രൈം മിനിസ്റ്റർ പങ്കെടുക്കുന്ന പരിപാടിയാണ്, ഞാനായാലും നിങ്ങളായാലും പോകും. എന്താ ഒരു സംശയം? പോകണ്ടെന്ന് പറയുമ്പോൾ ഒരുത്തനും ആരുടെ ലൈസൻസ് നമുക്ക് വേണ്ട, പോട്ടെ പോയെന്ന് വെച്ചു. ശോഭന അവിടെ പങ്കെടുത്തു, മോദിയോടൊപ്പം നിന്നു. നാളെ മോദിയോടൊപ്പം ഒരു പാർട്ടി ടിക്കറ്റ് മത്സരിക്കുന്നു എന്ന് വെച്ചു. എന്ന് പറഞ്ഞു ശോഭനയുടെ കഴിവ്, ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് ഇല്ലാതായിപ്പോ. അവർ ചെയ്തു വെച്ചിരിക്കുന്നതിനാണ് ഇപ്പോൾ പത്മഭൂഷൺ കിട്ടുന്നത് അല്ലേ? ശോഭനയ്ക്ക് കിട്ടിയിരിക്കുന്ന അർഹതപ്പെട്ടതാണ്. ഇവിടെ കിടന്ന് ആരെന്ത് ബഹളം വെച്ചാലും ഏതെങ്കിലും ഒരു പ്രാഞ്ചിയേട്ടന് കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു പൈസ കൊടുത്ത് മേടിച്ചെന്ന്. ശോഭനയ്ക്ക് പത്മഭൂഷൺ കിട്ടിയാൽ നേരത്ത് അത് BJP ആണ്, സംഘിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ശോഭനയ്ക്ക് കഴിവില്ല, മറിയ ചേട്ടത്തിക്ക് അടുത്തത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത്. എന്ത് ബഹളമപ്പാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ എണ്ണ ഇവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് KS ചിത്ര, പാട്ടുകാരി. അവർക്കും ഇത് തന്നെ പ്രശ്നം. ഇത് തന്നെ ഒരു അംഗീകാരം കിട്ടുന്ന എഴുത്ത് വേറെ ഡയലോഗ് അടിയാണ് വരുന്നത്.
ഇത് അടുത്ത സമയത്ത് ഞാൻ കണ്ടാണ്ട് MG ശ്രീകുമാർ വേടനുമായി ബന്ധപ്പെട്ട വിഷയം. MG ശ്രീകുമാറിനെ വിളിച്ചിട്ട് വേടനുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചു. MG ശ്രീകുമാറിൻ്റെ കൂടെ പരിപാടിയിലൊന്നും വേടൻ പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട് വേടൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ലെന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു. പെട്ടെന്ന് MG ശ്രീകുമാറിനെ പിടിച്ച് കുരിശിത്തിറക്കാൻ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ട് എന്ത് നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്? ഒരാൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പ്രശ്നം. അതേടി എല്ലാവരും അറിയാൻ ആര്? അമേരിക്കയുടെ പ്രസിഡന്റോ വേടൻ? ഞാൻ അന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ പ്രസിഡന്റാണോ വേടൻ? അല്ലല്ലോ, ഒരു പാട്ടുകാരൻ. അപ്പോൾ എൻ്റെ കൂടെ പങ്കെടുത്തിട്ടില്ല, പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MG ശ്രീകുമാറിനെ പിടിച്ച് വേറെ ലേബലൊക്കെ അടിച്ചു കൊടുക്കുക, MG ശ്രീകുമാറിൻ്റെ അച്ഛൻ്റെ പേരിനോടൊപ്പം വാല് നോക്കുക. അങ്ങനെ പല കലാപരിപാടിയും നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അയോധ്യ അമ്പലം രാജ്യത്തിൻ്റെ ഒരു കോടതി വിധിക്ക് ശേഷം പണിഞ്ഞ ക്ഷേത്രം, അവിടെ പോകുന്നതുമായി ബന്ധപ്പെട്ട് KS ചിത്ര ഒരു പോസ്റ്റ് ഇട്ടു. പിന്നെ അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ മറ്റൊരു പരിപാടിയാണ് ഇപ്പം ഈ ശോഭനയ്ക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശോഭനയുടെ പിന്നാലെ കുറേ ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യത്തിന്? അവർക്ക് നാളെ രാഷ്ട്രീയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആരൊക്കെ ലൈസൻസ് വേണോ ശോഭനയ്ക്ക് ജീവിക്കാൻ വേണ്ടി? ആരുടെ ലൈസൻസ് വേണ്ട? ശോഭന, ഞാൻ വേറെ ആരെയും ഞാൻ പറയുന്നില്ല, ബാക്കി എല്ലാവരുടെയും നിങ്ങൾ എടുത്ത് മാറ്റി വെച്ചോ. ശോഭനയ്ക്ക് ഇന്ന് രാജ്യം കൊടുത്തിരിക്കുന്ന പത്മഭൂഷൺ എന്ന് പറയുന്ന ബഹുമതി അവരുടെ ജീവിതത്തിൽ അവർ കലയ്ക്ക് നൽകിയ സംഭാവനയ്ക്ക് രാജ്യം നൽകിയ അംഗീകാരമാണ്. മനസ്സിലായില്ലേ? അതല്ലാതെ എല്ലാവർക്കും കിട്ടുന്നതാണ്. അവർക്ക് കൊടുത്തിട്ടേ ഇത് കൊടുക്കാവൂ. ശോഭന മോദിയോടൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുത്തു, അതുകൊണ്ടാണ് ഇത് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് വെറുതെ ആൾക്കാർ തള്ളുന്നുണ്ട്. ഇപ്പം ഈ തമിഴ്നാട് എന്ന് പറയുന്നത് അവിടെ മോദിയല്ല ഭരിക്കുന്നത്, BJP അല്ലല്ലോ ഭരിക്കുന്നത്, DMK അല്ലേ ഭരിക്കുന്നത്. ആ സ്റ്റേറ്റിൽ നിന്നാണ് ശോഭനയ്ക്ക് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. സിമ്പിൾ അല്ലേ കാര്യം? എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക. ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ശോഭനയ്ക്ക് കിട്ടിയ അംഗീകാരം 100% അവർ അർഹതപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ശോഭന എന്ന് കമൻറ്റ് ചെയ്യാം. നന്ദി.